ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, നിങ്ങൾ എടുക്കുന്ന പ്ലേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ അതിന് മുന്നോടിയായിട്ട് ഇതിന് മുന്നേയുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതിൽ പറഞ്ഞ ആക്ഷൻ സ്റ്റെപ്സ് എടുക്കുക. കാരണം ഇത് ഒരു ജേർണിയാണ്. സോ ഇതൊരു യാത്രയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെയുള്ള. സോ ആ ജേർണിയിൽ ഇടയ്ക്ക് നിങ്ങളൊന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു തുടർച്ച ലഭിക്കണം എന്നില്ല. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനും സമയമെടുക്കും. മാജിക് പ്ലേറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വെറും വയറ്റിൽ കുടിക്കുന്നത്? നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സോ മിക്ക ആൾക്കാരുണ്ട് ഇവിടെ ചായ അല്ലെങ്കിൽ കാപ്പി കുടിച്ചു കഴിഞ്ഞാലേ കുറച്ച് എനർജി കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് വെച്ച് നിങ്ങളുടെ റുട്ടീൻ അല്ലെങ്കിൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? സോ ഈ ഇത്തരത്തിലുള്ള ഡ്രിങ്കുകൾ കഫൈൻ അടങ്ങിയിട്ടുള്ളതാണ്. സോ ഇത് നമ്മളുടെ ദഹന വ്യവസ്ഥയ്ക്ക്, അതുപോലെ നമ്മുടെ ഇൻഡസ്റ്റൈൻ, ചെറുകുടൽ, വൻകുടൽ, അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിനെ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയത്തിന് ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് നിങ്ങൾക്ക് നെഞ്ചരിച്ചൽ, അതുപോലെ വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ, അതുപോലെ അസിഡിറ്റിയുടെ പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് കഫൈൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് വെച്ചിട്ട് നിങ്ങളുടെ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരം ഡ്രിങ്ക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് എനർജി ഡ്രെയിൻ ആവുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് എനർജി കിട്ടും ഇത് കുടിക്കുമെന്ന്, പക്ഷെ ഇത് ഒരു ഫേക്ക് എനർജിയാണ്. അപ്പൊ നമ്മൾ കുടിച്ച് കുറച്ച് സമയത്തേക്ക് നമുക്ക് എനർജി കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കും. സ്ലോലി ആ എനർജി ഡ്രെയിൻ ആയി പോകും. വീണ്ടും നമുക്ക് ഇതേ ഡ്രിങ്ക് വീണ്ടും കുടിക്കാൻ തോന്നും. ചായ കാപ്പി കുറച്ചുകൂടെ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് തോന്നും. വീണ്ടും നമ്മൾ കുടിക്കും. സോ ഇതൊരു അഡിക്ഷൻ പോലെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. സോ എന്ത് വെച്ചിട്ട് വേണം നിങ്ങളുടെ ദിവസം തുടങ്ങാൻ? കഫൈൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സിന് പകരമായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഡ്രിങ്ക്സിന്റെ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. സോ അതിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദഹന വ്യവസ്ഥയിൽ വേരിയേഷൻ വരുന്നതും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നതും കാണാൻ സാധിക്കും. സോ എന്തൊക്കെയാണ് ഈ ഡ്രിങ്ക്സ്? സോ ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് യൂഷ്വലി ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഉലുവ വെള്ളമാണ്. സോ ഇത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്, അതുപോലെ ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടത്? സോ രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ ഉലുവ ഇട്ട് വെക്കുക. അത് നെക്സ്റ്റ് ഡേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കുടിക്കുക. സോ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നാരങ്ങ വെള്ളമാണ്. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. സോ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇളം ചൂടുവെള്ളത്തിൽ ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അതിനകത്ത് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാം ടേസ്റ്റ് കിട്ടാനായിട്ട്. അഥവാ ഉപ്പ് ഇല്ലാതെയും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. മൂന്നാമത്തേന്ന് പറയുന്നത് ചിയാ സീഡ്സ് വാട്ടർ. ഇതും ഉലുവ വെള്ളം പോലെ തന്നെ രാത്രിയിൽ ഒരു സ്പൂൺ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുക, നെക്സ്റ്റ് ഡേ രാവിലെ കുടിക്കാം. സോ ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വീറ്റ് ഗ്രാസ് വാട്ടർ. ഇത് നിങ്ങൾ ഗോതമ്പ് മുളപ്പിച്ചിട്ട് അതിന്റെ ഇല അരച്ച് അത് അരിച്ചെടുക്കുക, എന്നിട്ട് അത് എല്ലാ ദിവസവും രാവിലെ കുടിക്കുക. ഇത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, അതൊരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ വീറ്റ് ഗ്രാസ് വാട്ടർ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഇതിന്റെ പൗഡർ അവൈലബിൾ ആണ്. സോ അത് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും രാവിലെ കുടിക്കാവുന്നതാണ്. സോ ഇതൊരു മോർണിംഗ് ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സോ ആദ്യത്തെ ഒരു 1-2 ആഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു റുട്ടീൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ശീലം മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. അതായത് ചായ കാപ്പി വെച്ചിട്ട് തുടങ്ങുക എന്നുള്ളത്. അത് നമ്മുടെ മെന്റലി നമ്മൾ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ള ശീലം അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ കോൺഷ്യസ്ലി കുറച്ച് ശ്രമിച്ചേ മതിയാകും. സോ ആ ഒരു രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് മോർണിംഗ് ഡ്രിങ്ക് കുടിച്ച ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ആണ് നട്ട്സ്. അതിൽ പ്രധാനമായിട്ടും ആൽമണ്ടും വാൽനട്ടും. ഇതും നിങ്ങൾ ഒരു 5-7 ആൽമണ്ട് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കുക, അതുപോലെ 1-2 വാൽനട്ടും. അത് നെക്സ്റ്റ് ഡേ നന്നായി കഴുകി മോർണിംഗ് ഡ്രിങ്ക് കുടിച്ച് അരമണിക്കൂറിന് ശേഷം ഇത് നന്നായി ചവച്ചരച്ച് കഴിക്കാം. ഈ നട്ട്സിനകത്ത് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഫാറ്റ്, ഗുഡ് ഫാറ്റ്, അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡാണ് നട്ട്സ് എന്ന് പറയുന്നത്. സോ ഈ നട്ട്സ് നിങ്ങളുടെ റുട്ടീനിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നിങ്ങളുടെ വയറ് സ്ലോലി ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. സോ അത് ഫില്ല് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഓവർ ഈറ്റ് ചെയ്യാനുള്ള, അതുപോലെ ക്രേവിങ്സിനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. സോ ഇത് നിങ്ങൾ ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഒപ്പമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് മുന്നെയോ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ ഡയബറ്റിസ് ഉള്ളവർ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് ബനാന, അതുപോലെ നന്നായി പഴുത്ത പപ്പായ, വാട്ടർമെലൺ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. മറിച്ച് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പേരക്ക, ആപ്പിള്, അതുപോലെ അവക്കാഡോ, ബ്ലൂബെറി പോലുള്ള ഫ്രൂട്ട് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഫ്രൂട്ട്സ് യൂഷ്വലി മോർണിംഗ് ടൈമിൽ കഴിക്കാനാണ് സജസ്റ്റ് ചെയ്യുക. കാരണം ഇത് ഈവനിങ് ടൈമിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് അത് ഒരുപക്ഷെ നിങ്ങളുടെ ബ്ലഡ് ഷുഗറിൽ ഇംബാലൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ബ്രേക്ക്ഫാസ്റ്റിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഡയബറ്റിക് പേഷ്യൻസ് മാക്സിമം സീരിയൽസ് അവോയ്ഡ് ചെയ്യുക. റൈസ്, ഗോതമ്പ് പോലുള്ള ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക.
അതോടൊപ്പം തന്നെ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ റാഗി, ജോവാർ, ബാജ്ര പോലുള്ളത്. ഇത് നിങ്ങൾ മോഡറേഷനിൽ എടുക്കുക. സോ വീക്ക്ലി ഇപ്പോൾ 1-2 തവണ നിങ്ങൾക്ക് ഇത് കഴിക്കാം. സോ അതല്ലാതെ പിന്നെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനകത്ത് മാക്സിമം പലതരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ മിക്സ് ചെയ്ത് ദോശ ഉണ്ടാക്കാം. ഈവൻ ഇഡ്ഡലി കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ വൈറ്റ് റൈസിന് പകരം നിങ്ങൾക്ക് ബ്രൗൺ റൈസ് മിക്സ് ചെയ്തിട്ട് ഉള്ള ഇഡ്ഡലിയുടെ കൂട്ടുണ്ടാക്കാനും അതനുസരിച്ചിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാനും സാധിക്കും. സോ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് റൈസിനെക്കാളും ബ്രൗൺ റൈസിൽ ന്യൂട്രിയൻസ് അതുപോലെ ഫൈബേഴ്സ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സോ വൈറ്റ് റൈസ് വെച്ച് ഉണ്ടാക്കുന്ന ഇഡ്ഡലി നമ്മൾ ഒരു പക്ഷെ 4-5 ഒക്കെ കഴിച്ചാൽ നമ്മുടെ വയറ് നിറയുള്ളൂ. സോ അവിടെ നമുക്ക് 1-2 ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ബ്രൗൺ റൈസ് ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറയും. സോ ഓവർ ഈറ്റിങ്ങിനുള്ള സാധ്യതയും അവിടെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്തിന് നല്ലൊരു രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി പറയാൻ പോകുന്നത് ഉച്ചഭക്ഷണത്തെ പറ്റിയാണ്. ഉച്ചഭക്ഷണത്തിൽ നിങ്ങൾ എടുക്കുന്ന പ്ലേറ്റിൽ എന്തൊക്കെ വേണം, അത് എത്ര എമൗണ്ടിൽ വേണം എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു പ്ലേറ്റ് ആണ്. സോ ഈ പ്ലേറ്റിനെ നിങ്ങൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇതിന് 1/4 എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് സാലഡിന്റെ രൂപത്തിൽ എടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആൽക്കലൈൻ ഫുഡാണ് അത് എത്രത്തോളം നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് അസുഖങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയും കൂടും. സോ 1/4 ഭാഗം സാലഡ് എടുക്കുക. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? കക്കിരി, ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ ബ്രോക്കലി, ക്യാബേജ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് സാലഡ് എന്ന് പറയുന്നത്. 1/4 എടുക്കാം. അടുത്ത 1/4 പാർട്ട് എന്ന് പറയുന്നതാണ് വെജീസ്. അത് കുക്ക് ചെയ്ത കറി ആവാം, അതല്ലെങ്കിൽ തോരൻ ഐറ്റംസ് ആവാം, പലതരത്തിലുള്ള വെജിറ്റബിൾസ് അവൈലബിൾ ആണ്. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കറി അതേ എമൗണ്ടിൽ തന്നെ നിങ്ങൾ എടുക്കുക. പിന്നെയുള്ള 1/4 എന്ന് പറയുന്നതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിനകത്ത് നിന്നാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രോത്ത്, നമ്മുടെ ബോഡിക്ക് വേണ്ട ഗ്രോത്ത്, മസിൽ ഗ്രോത്ത്, അതുപോലെ റിപ്പയറിംഗ് പോലുള്ള പ്രോസസ്സുകൾക്ക് സഹായിക്കുന്ന ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് എത്രയാണോ അത്രയും ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ഓരോ ദിവസവും ആവശ്യമാണ്. സോ നിങ്ങളുടെ വെയിറ്റ് 60 കിലോഗ്രാം ആണ് എങ്കിൽ നിങ്ങൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ ഓരോ ദിവസം ആവശ്യമാണ്. നോർമലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ പകുതി പോലും നമ്മൾ എടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ പ്രോട്ടീൻ നിങ്ങളുടെ പ്ലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്. സോ 1/4 പ്രോട്ടീൻ. എന്തൊക്കെയാണ് പ്രോട്ടീൻ ഐറ്റംസ്? പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ, അതുപോലെ പനീർ, ഈവൻ നോൺ വെജ് മുട്ട ഐറ്റംസ് ഒക്കെ ഇതിനകത്താണ് വരുന്നത്. പക്ഷെ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോൺ വെജ് ഐറ്റംസ് കൊളസ്ട്രോളും തമ്മിൽ റിലേറ്റഡ് ആണ്, കൊളസ്ട്രോളും ഡയബറ്റീസും തമ്മിൽ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇവിടെ മോഡറേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും നോൺ വെജ് കഴിക്കുന്ന ഒരാളായിരിക്കും, ഡയബറ്റീസിൽ നിന്ന് മോചിതനാവണം എന്നുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു പക്ഷേ ആഴ്ചയിൽ 4-5 ദിവസവും നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് 1-2 ആക്കി കുറക്കാം. പിന്നെ വീക്ക്ലി 1 തവണ, അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ 1 തവണ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരേണ്ടി വരും. കാരണം ഇത് ഡിസ്ലിപ്പിഡീമിയ, അതായത് കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥയിലേക്ക്, അതുപോലെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്കും ലീഡ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. സോ അതുകൊണ്ട് ഇവിടെ ഒരു ബാലൻസ് നമ്മൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. പിന്നെ എഗ്ഗ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്ഗ് നല്ല റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്. സോ പ്രോട്ടീൻ അടങ്ങിയത് കൊണ്ട് ഇത് ഒരുപാട് കഴിക്കണം എന്നല്ല. സോ എഗ്ഗ് കഴിക്കുമ്പോൾ ഡയബറ്റിക് പേഷ്യന്റ് ആണ് എങ്കിൽ ഒരു മുട്ട നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാം. സോ ഇൻ കേസ് നിങ്ങൾക്ക് അതിൽ കൂടുതൽ കഴിക്കണമെന്നാണെങ്കിൽ അതിന്റെ യെല്ലോ പാർട്ട് ഒഴിവാക്കിയിട്ട് വെള്ള മാത്രം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. സോ ഇതാണ് പ്രോട്ടീൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടത് മിൽക്ക് പ്രൊഡക്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഇതും നിങ്ങളുടെ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സിന്, അതുപോലെ ഹോർമോണൽ ഇംബാലൻസിന് കാരണമാകുന്ന ഒരു ഘടകമാണ്. സോ മിൽക്ക് ഐറ്റംസിൽ പ്രധാനമായിട്ടും പാല് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് വല്ലപ്പോഴും തൈര്, അതുപോലെ മോര് അങ്ങനെയുള്ളത് കുടിക്കണമെങ്കിൽ അത് മോഡറേഷനിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ മിൽക്ക്, പാല് പരമാവധി ഒഴിവാക്കുക. ഓക്കെ, ദെൻ 1/4 വരുന്നതാണ് നിങ്ങൾ എടുക്കുന്ന ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി എന്ന് പറയുന്ന പാർട്ട്. നമ്മുടെ പ്രോബ്ലം എന്താണ്? നമ്മൾ എടുക്കുന്ന പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും. അതിനുശേഷമുള്ള ഏരിയയിൽ മാത്രമാണ് നമ്മൾ ഈ പ്രോട്ടീൻ, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ വരുന്നത്. വെജിറ്റബിൾസ് പോലും വളരെ തുച്ഛമായ അളവിൽ എടുത്തിട്ട് ചോറിന് തൊട്ട് നക്കാൻ എന്നുള്ളത് അറിയില്ലേ, തൊട്ട് നക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ നിങ്ങളുടെ പ്ലേറ്റ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് എല്ലാ ദിവസവും നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേരിയേഷൻ, ഈവൻ നിങ്ങൾക്ക് വെയിറ്റ് കുറക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണെങ്കിൽ പോലും ആ ഒരു വേരിയേഷൻ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് ഉച്ചഭക്ഷണത്തിന്റെ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി രാത്രി ഭക്ഷണത്തിലേക്ക് കടക്കാം. ഒരു രാത്രി ഭക്ഷണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചഭക്ഷണം എങ്ങനെയാണ് കഴിച്ചത് അതേ രീതിയിൽ തന്നെ തുടരാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ അതിൽ 1/3 നമ്മൾ പറഞ്ഞ പോലെ പ്രോട്ടീൻ ആയിരിക്കും, 1/3 കുക്ക് ചെയ്ത വേവിച്ചെടുത്ത വെജിറ്റബിൾസ്, 1/3 നിങ്ങൾ കഴിക്കുന്ന റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി ഏതാണോ അത്. അരി അല്ലെങ്കിൽ ഗോതമ്പ് പോലുള്ള സീരിയൽസ് ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് മില്ലറ്റ്സിനകത്ത് വരുന്ന റാഗി, ജോവാർ, ബജ്ര അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുള്ള ചപ്പാത്തി, അതുപോലെ അതിന്റെ ഉപ്പുമ, പുട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് യൂഷ്വലി സജസ്റ്റ് ചെയ്യുക. സോ അതാണ്
മോസ്റ്റ്ലി ഡയബറ്റിക് പേഷ്യൻസിന് ഹെൽപ്ഫുൾ ആവുക. സോ നിങ്ങളുടെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള വേരിയേഷൻ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ കൊണ്ടുവരേണ്ടതുണ്ട്. സോ ഇനി ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം ഓട്സിനെ പറ്റിയിട്ട്, അതുപോലെ ഓട്സ് കഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ. സോ ഇതിനകത്ത് ഓർക്കേണ്ട കാര്യം, മസാല ഓട്സ് മാർക്കറ്റിൽ കിട്ടുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചില പെർട്ടിക്കുലർ കമ്പനികളുടെ പ്ലെയിൻ ആയിട്ടുള്ള ഓട്സ് അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അവിടെയും ഓർക്കേണ്ട കാര്യം, കണ്ടിന്യൂസ്ലി ഇപ്പോൾ ഒരാഴ്ച തുടർച്ചയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ഓട്സ് ആണ് കഴിക്കുന്നതെങ്കിൽ അതും നിങ്ങളുടെ ഹോർമോണൽ ബാലൻസിനെ എഫക്ട് ചെയ്യും. സോ അതുകൊണ്ട് എപ്പോഴും വെറൈറ്റി ട്രൈ ചെയ്യുക. വെറൈറ്റിയുടെ ഒപ്പം ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ മാക്സിമം പ്രോട്ടീൻ, ഫൈബർ, ഫാറ്റ് എല്ലാ ഘടകങ്ങളും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. സോ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വരാനുള്ള ഒരു ഡൗട്ട് എന്നുള്ളത് സ്നാക്സ് ഐറ്റംസ് ആണ്. സോ ഇതെന്ന് പറയുന്നത് വലിയ എപ്പിസോഡ് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിന്റെ വീഡിയോ എടുക്കേണ്ടി വരും. കാരണം സ്നാക്സ് എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, ഏത് സമയത്ത് കഴിക്കണം, ഓക്കെ. സോ സ്പെസിഫിക് ആയിട്ട് ഇപ്പം ഹെൽത്തി റീപ്ലേസ്മെന്റ്സ് സ്നാക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതുവരെ ഇത്രയും നാൾ പറഞ്ഞ ആക്ഷൻ സ്റ്റെപ്സ് കൃത്യമായിട്ട് എടുക്കുക, അത് ഫോളോ ചെയ്യുക. കൺസിസ്റ്റൻസി ആണ് നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്താനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും ആ മോട്ടിവേഷനോട് കൂടിയിട്ട് 1-2 ആഴ്ച തുടർച്ചയായിട്ട് ചെയ്യും, പിന്നീട് വീണ്ടും ആ മോട്ടിവേഷൻ കുറയും, വീണ്ടും പഴയ രീതിയിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. സോ ഇത് തുടർച്ചയായിട്ട് ഈ വീഡിയോസ് കാണുകയും അതിലുള്ള സ്റ്റെപ്സ് കൃത്യമായിട്ട് എടുക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് റിസൾട്ട് കിട്ടുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഡയറ്റുമായി ബന്ധപ്പെട്ടിട്ട്, ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ടിട്ട്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, മാജിക് പ്ലേറ്റ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ കമന്റ്സ് വായിച്ചിട്ട് അതിന് വേണ്ട റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റില് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്മൂത്തി ആണ്. സോ ഒരുപക്ഷെ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആണ്, പെട്ടെന്ന് ഇഡലി അതുപോലെ ദോശ ഉണ്ടാക്കാനുള്ള സമയമില്ല, പെട്ടെന്ന് ജോലിക്ക് പോകണം, ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാനില്ലാത്ത ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റെസിപ്പിയാണ് സ്മൂത്തി റെസിപ്പീസ് എന്ന് പറയുന്നത്. സോ ഇത് നല്ലൊരു രീതിയിൽ നിങ്ങളുടെ ന്യൂട്രിയൻസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ആപ്പിള്, ഒരു കക്കിരി, അതുപോലെ 1-2 ഈത്തപ്പഴം, അതുപോലെ നിങ്ങൾ എടുത്തു വെച്ച ആൽമണ്ട്, അതുപോലെ വാൽനട്ട്, സോ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്മൂത്തി ഫോമിലാക്കിയിട്ട് രാവിലെ കുടിക്കാവുന്നതാണ്. സോ ഇത് കുടിച്ചു കഴിഞ്ഞ് 3-4 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ക്രേവിങ്സ് അതുപോലെ വിശപ്പ് തോന്നാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരുപാട് സ്മൂത്തി റെസിപ്പീസ്, അതുപോലെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ റെസിപ്പീസ് എന്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് വേണ്ട റെസിപ്പീസ്, അതിന്റെ ലിസ്റ്റ്, അതിന്റെ ഇ ബുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ ട്രൈ ചെയ്യുക, ഫോളോ ചെയ്യുക, റിസൾട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീക്ക് കാണുന്നത് വരെ ബൈ ബൈ.